ഹലോ ഗൈസ്, ഇറ്റ്സ് മീ ആംഗ്രി ഒക്ടോപ്പസ്. പോത്തീസ് നിറങ്ങിയ ശേഷം നല്ല വിശപ്പായിരുന്നു. നേരെ പോയത് പലരുവട്ടം ചെയ്യാൻ ബേക്കറിയിലേക്കാണ്. ബേക്കറി മാത്രമല്ല, അവിടെ റെസ്റ്റോറൻറ്റും ഉണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് സെയിം ബിരിയാണി. ആഹാ, നല്ല ടേസ്റ്റായിരുന്നു, നല്ല ജ്യൂസിയാണ്. എന്താണെന്നറിയാൻ പാടില്ല, എനിക്ക് അവിടുത്തെ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ കഴിപ്പ് തന്നെ അറിയാൻ പാടില്ലേ, നല്ല ക്രാന്തം പിടിച്ച് വെട്ടി വിഴുങ്ങി. ബിരിയാണി മാത്രമല്ലായിരുന്നു, നല്ല ഫ്രഷ് ലൈം കിട്ടി. അവിടെ പൈനാപ്പിൾ മിക്സ് ചെയ്തിട്ടുള്ളൊരു ഫ്രഷ് ലൈമായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് പൈനാപ്പിൾ ഫ്രൂട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, ഫൈനലി ഞാനൊരു ഷേക്കും കൂടെ വാങ്ങിച്ചു. അതും കൂടെ കുടിച്ച് വയറ് ഫുള്ളാക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. നല്ല ചില്ലിങ് ആയിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, നല്ല സൂപ്പറൊന്നും പറയാനില്ല, പക്ഷേ അടിപൊളിയായിരുന്നു. ഇനി പോകാനുള്ളത് എൻ്റെ ഹെയർ സ്റ്റൈൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാൻ കാക്കനാട് എടച്ചിറ തക്ഷ് സ്റ്റുഡിയോ അവിടെയാണ് പോയത്. അങ്ങനെ എൻ്റെ ഹെയറൊക്കെ വാഷ് ചെയ്തു. നല്ല രസമുണ്ടായിരുന്നു, നല്ല തണുപ്പുണ്ടായിരുന്നു. ഈ ചൂടത്ത് പോയിട്ട് നേരെ ഹെയറൊക്കെ വാഷ് ചെയ്യുമ്പോൾ അങ്ങനെ വാഷ് ചെയ്തൊക്കെ വന്നിരുന്നു. പിന്നെ എനിക്ക് ഹെയർ കട്ട് ചെയ്യണം, ഹെയർ കളർ ചെയ്യണം. ഇതാണ് മെയിൻ ഇത്. ആവശ്യമുണ്ടോ എൻ്റെ ഹെയർ കട്ട് ചെയ്യുന്നുണ്ടോ? ആകെ എൻ്റെ പപ്പും കൂടെ ഉള്ളൂ. എന്തെങ്കിലും അവിടെ കട്ട് ചെയ്ത് സെറ്റാക്കാം. ഫൈനൽ റിസൾട്ടൊക്കെ കണ്ടു നോക്ക്, കൊള്ളാമായിരിക്കും. അങ്ങനെ എൻ്റെ ഹെയറൊക്കെ കട്ട് ചെയ്തു. പിന്നെ എന്താ ചെയ്തേ, പിന്നെ അവരെന്തൊക്കെയോ അവിടെ ഇവിടെയൊക്കെ മുറിച്ചിടുന്നുണ്ടായിരുന്നു. കൊള്ളാമായിരുന്നു. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ്. ഇങ്ങനെ എനിക്ക് ഓർക്കുമ്പോൾ തന്നെ എന്തൊക്കെയോളെ. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് അവർ നമ്മുടെ ഹെയറിൽ കളർ ചൂസ് ചെയ്ത്. ഇതെനിക്ക് എൻ്റെ ഫസ്റ്റ് ഡേ ക്ലാസ്സിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ കെട്ടത്തില്ലേ, എനിക്കിത് കാണുമ്പോൾ എനിക്ക് അത് ഓർമ്മ വന്നത്. ഞാൻ നല്ല ഇങ്ങനെ തലയിൽ കാട്ടി നോക്കി. കഴിഞ്ഞിട്ട് ഞാനൊരു കളർ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കളർ ലാസ്റ്റ് കാണിച്ചു തരാമേ. അങ്ങനെ കളർ കുറച്ച് ഭയങ്കര കാണുന്ന രീതിയിൽ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷൻ ഫുള്ളും അങ്ങനെയാണത് ചെയ്യണമെന്ന് വിചാരിച്ചത്. ഫൈനലി നമ്മളുടെ വാഷിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇനി ഹെയർ സെറ്റ് ചെയ്യാണ്. ഹെയർ സെറ്റിങ്ങൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അപ്പം ഫ്രണ്ടിൽ കുറച്ച് ഹെയർ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെ ഫൈനൽ ലുക്ക് വരുമെന്ന് എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റിയോടെ ഞാൻ കാത്തിരിക്കണമായിരുന്നു. ഫൈനലി ഇതെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതാണ് ഇതിൻ്റെ ഔട്ട്പുട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇവരുടെ സർവീസ് അടിപൊളിയായിരുന്നു കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഫൈനലി ഞാൻ 2-3 ഫോട്ടോസൊക്കെ എടുത്ത് 1 2 എവിടെ 2 3 കഴിഞ്ഞു. അത്രേ ഉള്ളൂ. ടാറ്റാ, ബൈ.